ഇത്തവണ കേരളം ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കുമെന്ന് ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. ഹിന്ദു മുസ്ലിം കലാപം ലക്ഷ്യമിട്ട് തലശ്ശേരിയിൽ ഫസലിനെ കൊലപ്പെടുത്തിയ കേസിൽ കയ്യാമം വെച്ച് നാടുകടത്തപ്പെട്ട ആളാണ് പിണറായിയുടെ സ്ഥാനാർത്ഥിയെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. തലശ്ശേരിയിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് ചെറിയ പെരുന്നാൾ ദിവസമാണ്. ആ ദിവസം പോലും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിക്കൊണ്ട് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി തലശ്ശേരിയിലുണ്ട്. തലശ്ശേരി NDA സ്ഥാനാർത്ഥിയായ നിതീഷിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനായാണ് അദ്ദേഹം വന്നത്. ഇന്ന് ചെറിയ പെരുന്നാൾ ദിവസമാണ്. ആ ദിവസം പോലും പാർട്ടിയുടെ പ്രവർത്തനത്തിൽ സജീവമാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. രാവിലെ പള്ളിയിൽ പോയി ഫാമിലീൻ്റെ കൂടി പാർട്ടി തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും സ്ഥിതി. കാരണം കുറച്ച് ദിവസമല്ലേ നമ്മളെ മുന്നിലുള്ളൂ. നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പൊതുവെ കാണുന്നത്. CPM മാത്രമല്ല പ്രശ്നം, കോൺഗ്രസിലും പ്രശ്നമാണ്. അപ്പോൾ കേരള രാഷ്ട്രീയം കലങ്ങി തെളിഞ്ഞ് BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ചില സർവേ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ഹങ് അസംബ്ലി വരുന്നതാണ്, ഒരു തൂക്ക് സഭ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കേരളം ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കാൻ പോകുന്ന ഒരു ഇലക്ഷനാണ് വരാൻ പോകുന്നത്. പിന്നെ തലശ്ശേരിയിൽ ഞാൻ ഈ പെരുന്നാളിൻ്റെ ദിവസം വന്ന് നമ്മുടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫസലിനെ കൊന്നത് ഒരു പെരുന്നാളിൻ്റെ തലേന്ന്. എന്നിട്ട് ഫസലിൻ്റെ കട്ട പിടിച്ച ചോര മുക്കിയ ഉറുമാല് RSSന്റെ കാര്യത്തിൽ കൊണ്ടിട്ടു. ആ കൊലപാതകത്തേക്കാൾ ക്രൂരത ആ ഉറുമാലായിരുന്നു. കാരണം ഈ തലശ്ശേരിയിൽ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. CBI പിടിച്ചിട്ട് ജയിലിട്ടത് മാത്രമല്ല, നാട് കടത്തിയ ആളാണ് ഇവിടെ CPMന്റെ സ്ഥാനാർത്ഥി മിസ്റ്റർ പിണറായി. നിങ്ങൾക്ക് എന്ത് പറ്റി? ആ പാപം ഷംസീറിനെ മൂലക്കിരുത്താൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ പിന്നെ കുറച്ച് കഴിവുള്ള ശൈല ടീച്ചറെ നിങ്ങൾ നാട് കടത്തി. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് പറ്റി? അത്തും വിത്തുമായ മരുമോൻ്റെ കാര്യം മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ബാക്കി എല്ലാവരും അവഗണിക്കുകയാണ്. പയ്യന്നൂര് രക്തസാക്ഷി ഫണ്ട് കട്ട ആളാണ് സ്ഥാനാർത്ഥി. തളിപ്പറമ്പത്തുമ്പക്കല് അവിടെ ഗോവിന്ദമാഷ കെട്ടിയോളാണ്. അവിടെ CPMന്റെ ജില്ലാ സെക്രട്ടറിന്റെ നിന്ന് പൊട്ടിത്തെറിച്ചത് ബാലിസ്റ്റിക് മിസൈലാണ്. അതില് TK ഗോവിന്ദമാഷയാണ് സ്വാത്വികനായ നേതാവ്. എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. എത്രയോ കാലമായിട്ട് തലശ്ശേരിയിലെ പുഞ്ചനാണുവറ്റ പോലെ പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ശരിക്കും തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയാക്കേണ്ടതാണ്. പിണറായി മരുമോനെ ആക്കുമ്പോൾ ഗോവിന്ദമാഷ് ഭാര്യനെ ആക്കുന്നു. CPM തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇതൊക്കെ. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ കണ്ണൂരും ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് അനുകൂലമായിട്ടുള്ള ഒരു നല്ല ഒരു തരംഗം തന്നെ ഉണ്ടാവാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഓരോ മണ്ഡലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ട്രെൻഡ് എന്താ മനസ്സിലാക്കാൻ? പൊതുവെ ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ബൽറാമിന് വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ജനങ്ങൾ മുഴുവൻ വലിയ വികാരത്തിലാണ്. എന്താ വികാരം എന്ന് വെച്ചാൽ രണ്ട് വികാരമാണ്. ഒന്ന് വികസനം, മറ്റൊന്ന് വിശ്വാസം. ഓരോ ആളുകളും അവരെ MLAനെ വിലയിരുത്തിയാണ്. കാഞ്ഞങ്ങാട് റവന്യൂ മന്ത്രിയായിട്ട് കൂടി ആ ചന്ദ്രശേഖരൻ MLA ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾ പറയുന്ന അയാൾ ശുദ്ധനാ, പക്ഷെ ദുഷ്ടന്റെ ഫലം ചെയ്തു എന്നാണ്. അപ്പം വികസന വിഷയങ്ങൾ, ഇപ്പം വിശ്വാസത്തിന്റെ വിഷയമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പന്റെ പ്രശ്നം വളരെ വൈകാരികമായ ജനമനസ്സിലുണ്ട്. ഇവര് ഖജാന മാത്രമല്ല കട്ടത്, അമ്പലത്തിന്റെ മണ്ണാരും കട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് വിശ്വാസം വികസനം വിഷയത്തില് ജനങ്ങളൊന്ന് മാറി ചിന്തിക്കും. പിന്നെ പൊതുവെ ഭരണകക്ഷിക്കെതിരായിട്ട് വലിയ വികാരമാകുമ്പം പ്രതിപക്ഷത്തിന് ഒരു ഗെയിൻ കിട്ടും. പക്ഷേ കോൺഗ്രസിനകത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ 5 ആളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. KC, RC, VD, KM, K മുരളീധരൻ, KS. ഭാഗ്യത്തിന് KS ഔട്ടായി. എന്നാലും 4 ആൾ മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് പരിഹാസമാണ് ഇവരോട്. കാരണം അധികാരം കിട്ടുന്നതിന് വേണ്ടി തന്നെ ഇവരെ തമ്മിലടി കാണുമ്പോൾ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരുടെ ഈ കടിപിടി കാണുമ്പോൾ ട്രെൻഡ് ആകെ മാറിയിരിക്കുകയാണ്. അത് BJPക്ക് അനുകൂലമാണ്.
ചില സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു തൂക്ക് സഭ വരുന്നതാണ്. അങ്ങനെയാണ് BJP വരും. BJP ആയിരിക്കും കേരളം ഭരിക്കണം, ആര് ഭരിക്കണം തീരുമാനിക്കുന്ന വിധത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ അബ്ദുള്ളക്കുട്ടി. ഏതായാലും കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമാണ് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പങ്കുവച്ചത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.